സുജയ, മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണോ? മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് എന്നുള്ള വാർത്തകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പക്ഷേ പ്രതിക്കൂട്ടിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായ ഒരു പ്രക്ഷോഭമൊന്നും തെരുവിൽ കാണുന്നില്ല. എന്ത് പറ്റി പ്രതിപക്ഷത്തിന്, എന്ത് പറ്റി പ്രതിപക്ഷ നേതാവിന്? പ്രസ്താവനയിലൊക്കെ ഒതുക്കി പതുക്കെ എല്ലാം ഒന്ന് തിളപ്പിച്ചെടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയായിരിക്കാം ഒരു പക്ഷേ. പ്രതിക്കൂട്ടിലാണ് മുഖ്യമന്ത്രി എങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രക്ഷോഭം ഇന്ന് തെരുവുകളിൽ ഉയരേണ്ടതാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രതിഷേധ കാഴ്ചകളായിരുന്നു ഇന്ന് നമ്മൾ കാണേണ്ടിയിരുന്നത്. അത് നിർഭാഗ്യവശാൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവിടെ ഒരു സെറ്റിൽമെന്റ് പൊളിറ്റിക്സ് ആണോ നടക്കുന്നത് എന്ന സംശയം ബലപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് എന്നത് മാധ്യമങ്ങളിൽ വരികയും എന്നാൽ പ്രതിപക്ഷം അതിൽ അനങ്ങാതിരിക്കുകയും അതിൽ അഴകുഴമ്പൻ പ്രതികരണങ്ങൾ എന്നേ പറയാൻ കഴിയുകയുള്ളൂ. അങ്ങനെയുള്ള പ്രതികരണങ്ങളാണ് ഇന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത്. അതായത് പുറത്തു വന്നിരിക്കുന്ന അല്ലെങ്കിൽ കോടതിയുടെ ഫൈൻഡിങ്സിൽ പ്രതിപക്ഷത്തിന് അത്രയ്ക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം കോടതിയിലേക്ക് പോകാനോ സത്യവാങ്മൂലം കൊടുക്കാനോ ഒന്നും UDF-നും കോൺഗ്രസിനും ഒന്നും താല്പര്യമില്ലല്ലോ. അത് വോട്ട് ചോരിയുടെ കാര്യത്തിലായാലും അങ്ങനെയാണല്ലോ. നിയമ സംവിധാനത്തോടൊന്നും താല്പര്യമില്ല, നിയമ സംവിധാനത്തിന്റെ വഴിയെ പോകില്ല എന്നതാണല്ലോ അവരുടെ പ്രഖ്യാപിത നിലപാട്. അപ്പോൾ ഈ വിഷയത്തിലും അത് ആയതുകൊണ്ടാകാം അവർ കാര്യമായ പ്രതിഷേധത്തിലേക്കൊന്നും നീങ്ങാത്തത്. കോടതി പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ചോദ്യത്തിന്റെ എൻ്റെ ഉത്തരം യെസ് എന്നാണ്. കാരണം മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകുന്ന തരത്തിലുള്ള പരാമർശം ഈ കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി M. മനോജിന്റെ വിമർശനം അല്ലെങ്കിൽ പരാമർശം അനുസരിച്ച് വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വാദം മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലവനാണെന്നത് ഭരണകാര്യം മാത്രം, അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിലും ഇടപെടാൻ കഴിയില്ല. നിയമ സംവിധാനമാണ് ഒരാളെ കുറ്റക്കാരനാക്കുന്നതും കുറ്റവിമുക്തനാക്കുന്നതും. ഭരണത്തലവനോ ഉന്നത രാഷ്ട്രീയക്കാർക്കോ ഒരു തരത്തിലും ഇടപെടാനാകില്ല. അന്വേഷണത്തിന്റെ ഘട്ടത്തിൽ മുഖ്യമന്ത്രി ഇടപെട്ടു എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന എന്ത് പോയിന്റ് ആണുള്ളത്? മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായി നിൽക്കണം എന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണ ഘട്ടത്തിൽ ഇടപെട്ടു, ആ ഒരു കാര്യമാണ് അവിടെ സമർത്ഥിക്കപ്പെടേണ്ടത്. അത് ഞാൻ ഈ M. മനോജിന്റെ പ്രത്യേക വിജിലൻസ് കോടതി ജഡ്ജി M. മനോജിന്റെ വിമർശനത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന ഒരു പരാമർശം ആ കോടതിയുടെ ഉത്തരവിൽ നമ്മൾ കാണുന്നില്ല. ഇനിയുള്ള അന്വേഷണത്തിൽ അക്കാര്യങ്ങൾ പുറത്തു വരികയാണെങ്കിൽ നമുക്ക് ഒന്നിച്ചു പറയാം മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതെല്ലാം ഇടപെട്ട് ചെയ്തത് എന്നത്. അത് അതുവരെ തെളിയിക്കപ്പെടാത്ത ആരോപണമായി തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ടായിരിക്കാം പ്രതിപക്ഷവും ചാടി പുറപ്പെടാത്ത. അല്ലാത്തപക്ഷം ഇങ്ങനെയൊരു ആരോപണമൊക്കെ കിട്ടിയാൽ വിട്ടുകളയുന്ന ആൾക്കാരാണോ VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന സംഘവും? ഞാൻ കരുതുന്നില്ല. ഇവിടെ വിജിലൻസ് നൽകിയ ക്ലീൻ ചിറ്റിൽ ഒന്നിനും തെളിവില്ല എന്ന് പറയുന്നു. പ്രതിപക്ഷവും തെളിവ് തപ്പുകയായിരിക്കാം, തെളിവ് തേടുകയായിരിക്കാം. അതുകൊണ്ടായിരിക്കാം അവരും കാര്യമായ പ്രതിഷേധത്തിലേക്ക് പോകാത്തത്. ഇവിടെ PV അൻവറിന്റെ 5 പരാതികൾ എന്തൊക്കെയാണ്? തേക്ക് മുറിച്ചു കടത്തി, ഷാജൻ സ്കറിയിൽ നിന്ന് 2 കോടി വാങ്ങി, സ്വർണ്ണക്കടത്ത് കേസിൽ ഇടപെട്ട് സാമ്പത്തിക ലാഭം ഉണ്ടാക്കി, കവടിയാറിൽ കോടിക്കണക്കിന് രൂപ മുടക്കി അനധികൃതമായി വീടുണ്ടാക്കി, ധനസമ്പാദനത്തിൽ ക്രമക്കേട്. ഈ 5 പരാതികളും അൻവർ മുഖ്യമന്ത്രിക്ക് നൽകുന്നതിന് 2 മാസം മുൻപാണ് MR അജിത് കുമാറിനെ ഞാൻ കണ്ടത് എന്ന് PV അൻവർ പറയുകയാണ്. ഞാൻ PV അൻവർ പറഞ്ഞതിനെ വിശ്വാസത്തിലെടുക്കുകയാണ്. കാരണം അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം പുറത്തു വന്നതിന് ശേഷം നൽകിയ സൗണ്ട് ബൈറ്റാണ് ഞാൻ കോട്ട് ചെയ്യുന്നത്. അതിൽ PV അൻവർ അങ്ങനെ പറയുകയാണ്. അപ്പോൾ അതിനു മുൻപ് അൻവർ ഉന്നയിച്ച വിഷയങ്ങൾ എന്തൊക്കെയാണ്? ഈ 2 മാസം മുൻപ് സജീവമായി നിൽക്കുന്ന അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ ഒന്നാമത്തേത് റിദാൻ ബാസിൽ കേസാണ്, രണ്ടാമത്തേത് മാമി കേസാണ്, മൂന്നാമത്തേത് വിമാനത്താവള കള്ളക്കടത്ത് കേസാണ്. ഇതിലാണ് സുജിത് ദാസിനെ അടക്കം ഡയറക്ട്ലി പറഞ്ഞുകൊണ്ട് അൻവർ രംഗത്ത് വരുന്നത്. അപ്പോൾ ആ കാര്യമാണോ സംസാരിച്ചത്? ആ കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തേണ്ടത് PV അൻവറാണ്. അതല്ല, നേരത്തെ ജിമ്മി ജെയിംസ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു അനുനയ ചർച്ച, മുഖ്യമന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമുള്ള ഒരു അനുനയ ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് അതാ ഞാൻ പറഞ്ഞു വന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് അന്ന് സജീവമായി നിന്ന വിഷയങ്ങൾ. ഈ 5 കാര്യങ്ങളിൽ ഏതായിരിക്കാം MR അജിത് കുമാർ നേരിട്ട് സംസാരിക്കാൻ സാധ്യതയുള്ളത്? അതായത് ലോ ആൻഡ് ഓർഡർ ADGP എന്ന നിലയിൽ അദ്ദേഹത്തിന് അന്ന് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP-യാണ് MR അജിത് കുമാർ. അന്നേരം അദ്ദേഹത്തിന് ഇടപെടാൻ കഴിയുന്ന കാര്യം ആൻഡോ സർ സൂചിപ്പിച്ചതുപോലെ മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയിൽ നിന്ന് 2 കോടി രൂപ വാങ്ങി, ഒരു വകുപ്പ് ഒഴിവാക്കുന്നതിനായി വാങ്ങി എന്നുള്ളതാണ് കേട്ടോ ആരോപണവും പരാതിയുമല്ല. അപ്പോൾ IT ആക്ട് പ്രകാരം 66F ചുമത്താതിരിക്കാൻ നോക്കി. അതാണ് ചെയ്തു കൊടുത്ത സഹായമായി ആരോപിക്കപ്പെടുന്നത്. പക്ഷേ ആ കാര്യത്തിൽ മറുനാടൻ എഡിറ്റർ ഷാജൻ സ്കറിയ തന്നെ പറയുന്നത് എന്താണ്? എനിക്കെതിരെ ഇപ്പോഴും ആ വകുപ്പ് നിലനിൽക്കുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ 2 കോടി കൊടുത്തു എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുന്നത്? അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെല്ലുന്ന സമയത്ത് അറസ്റ്റ് ചെയ്ത സ്ഥലം പറഞ്ഞു കൊടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുൻപ് അറസ്റ്റ് ചെയ്യാൻ വരുന്നുണ്ട്, നിങ്ങൾ രക്ഷപ്പെട്ടോളൂ എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു എന്നുള്ളതാണ്. ഞാൻ ഈ പരാതിയുടെ കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് നടന്ന സംഭവം, ആ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംശയിക്കുന്നുണ്ട് പലരും. അപ്പോൾ ആ സംശയമായി അതവിടെ നിൽക്കുകയാണ്. പക്ഷേ ഈ 66F-ന്റെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ ഷാജൻ സ്കറിയക്കെതിരെ പാലാരിവട്ടം സ്റ്റേഷനിൽ എടുത്തിട്ടുള്ള കേസിൽ IT ആക്ട് 66F ഇപ്പോഴും നിലനിൽക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആ ആക്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുത്തിട്ടില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന ആരോപണം എങ്ങനെയാണ് നിലനിൽക്കുക? ഷാജനെതിരെ ചുമത്തിയ ആ ആക്ട് അല്ലെങ്കിൽ ആ വകുപ്പ് എടുത്തു മാറ്റാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല ADGP ആയിരുന്ന ADGP ക്രമസമാധാന പാലന ചുമതല ഉണ്ടായിരുന്നപ്പോൾ MR അജിത് കുമാർ. അത് ഷാജനും പറയുന്നു, PV അൻവർ പറയുന്നു 2 മാസം മുൻപാണ് ഞാൻ കണ്ടതെന്ന്. അതുപോലെ തന്നെ MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിർദ്ദേശിച്ച പ്രകാരം, മുഖ്യമന്ത്രി നിർദ്ദേശിച്ച പ്രകാരം എന്നല്ല ആ ഉത്തരവിൽ പറയുന്നത്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നതാണ് കോട്ട് ചെയ്തിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ്. അപ്പോൾ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്ത് മുഖ്യമന്ത്രിയെ കൃത്യമായി ഫിക്സ് ചെയ്യണം. അതൊരു അജണ്ടയാണ്. അത് പിണറായി വിജയൻ 2ാം ഊഴത്തിലേക്ക് എത്തിയപ്പോഴുള്ള അജണ്ടയാണ്. ഞാൻ രാഷ്ട്രീയമായി മുഖ്യമന്ത്രി പിണറായി വിജയനെ പിന്തുണയ്ക്കുന്ന ഒരാളല്ല. പക്ഷേ ഈ കാര്യത്തിൽ കൃത്യമായ ഒരു ഫ്രെയിമിംഗ് നടക്കുന്നുണ്ടോ എന്ന് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അതിൽ
ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തമുണ്ടോ എന്നതും സംശയിക്കാവുന്ന ഒരു സാഹചര്യം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച കേസുകളിലേക്ക് ഞാൻ വരാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി, ആരോപണം വ്യാജമാണെന്ന് വെളിവായതിനാൽ തുടർ നടപടികൾ ആവശ്യമില്ല. അതാണല്ലോ വിജിലൻസ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി നിൽക്കുന്നത്. അന്തിമ റിപ്പോർട്ട് മുഖ്യമന്ത്രി കണ്ടു, അംഗീകരിച്ചു. അതും കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ആരാണ്? ഈ അന്വേഷണ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ട് അത് വിജിലൻസ് ഡയറക്ടറിലൂടെ കൈമാറിയാണ് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് എത്തുന്നത്. അല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് ഈ ഡിവൈഎസ്പിയുടെ കയ്യിൽ നിന്ന് വാങ്ങുകയല്ല. അപ്പോൾ അതിനിടയിലൂടെ കൃത്യമായ തലങ്ങളിലൂടെ കടന്നുപോയി ചെന്ന ഒരു റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രിക്ക് താഴേക്ക് ഇറങ്ങി വന്ന് ഈ കാര്യങ്ങൾ നേരിട്ട് അന്വേഷിക്കുന്ന ഒരു സാഹചര്യമല്ല നമ്മുടെ സംസ്ഥാനത്തുള്ളത്. അങ്ങനെ അദ്ദേഹം ചെയ്യാറുമില്ല. മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലവനാണ്. അതുകൊണ്ട് ആ റിപ്പോർട്ട് അദ്ദേഹത്തിലേക്ക് എത്തുന്നു. അങ്ങനെയുള്ള ഒരു കീഴ്വഴക്കമില്ല എന്ന് മുൻ ആഭ്യന്തരമന്ത്രി പദവി വഹിച്ചിട്ടുള്ള രമേശ് ചെന്നിത്തല എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തെ നമുക്ക് വിശ്വാസത്തിലെടുക്കാം. ഈ വിഷയത്തിലേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ ഈ കണ്ടെത്തലുകളിൽ ഉള്ള സംശയം എന്താണ്? കണ്ടെത്തലുകളിൽ ഇല്ലാത്തതൊരു ക്ലാരിറ്റി കുറവാണ്, വ്യക്തതയില്ലായ്മ ഉണ്ട്. ഈ കണ്ടെത്തലുകൾ എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്? കൃത്യമായ രേഖകൾ പരിശോധിച്ചോ, തെളിവുകൾ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? അവിടെയാണ് പിഴച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഏപ്രിൽ 15-നാണ് മുഖ്യമന്ത്രി ഈ റിപ്പോർട്ട് അംഗീകരിച്ചിരിക്കുന്നത്. വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്ത തെളിവില്ലെന്ന് പറഞ്ഞ് ആദ്യം തള്ളിയതിനു ശേഷമാണ് ഈ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ അടുത്തേക്ക് പോകുന്നത്. യോഗേഷ് ഗുപ്ത എന്തിനാ തീരുമാനം തിരുത്തി? ആ ചോദ്യമോടെ നിൽക്കുന്നുണ്ട്. യോഗേഷ് ഗുപ്ത എന്തുകൊണ്ട് ആദ്യം തെളിവില്ല, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിൽ ഫൈൻഡിങ്സിൽ വ്യക്തതയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ റിപ്പോർട്ട് കൊണ്ടുപോയി മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നത്. അപ്പോൾ ആ ദിവസങ്ങളിൽ എന്താണ് സംഭവിച്ചത്? അതിലൊരു ക്ലാരിറ്റി വേണം. നെയ്യാറ്റിൻകര നാഗരാജു വിജിലൻസ് കോടതിയെ ഈ റിപ്പോർട്ട് 15-ാം തീയതി എത്തുന്നതിന് ശേഷമാണ് വീണ്ടും വിജിലൻസ് കോടതിയിലേക്ക് പോകുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. മുൻ വിജിലൻസ് ഡയറക്ടറായിരുന്ന യോഗേഷ് ഗുപ്തയുടെ ഭാഗത്ത് പാളിച്ചയുണ്ടായിട്ടുണ്ടോ? ആ ഒരു സംശയം എനിക്കുണ്ട്. കാരണം അങ്ങനെ ഒരു പാളിച്ച ഉണ്ടായി എന്ന് പറയാവുന്ന തരത്തിലുള്ള ഫൈൻഡിങ്സ് ആണ് ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ആ ഫൈൻഡിങ്സ് ഒന്നും വിജിലൻസ് ഡയറക്ടർ വായിച്ചപ്പോൾ മനസ്സിലായില്ലേ? ആ ഒരു ചോദ്യം അവിടെ നിൽക്കുകയാണ്. കാരണം ED തലപ്പത്തിരുന്ന് മാത്രമേ അദ്ദേഹത്തിന് പരിചയമുള്ളൂ. വിജിലൻസിന്റെ രീതികൾ അല്ലെങ്കിൽ വിജിലൻസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ തെളിവുകളെ സാധൂകരിക്കുന്നതിന് വേണ്ടി വെക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവില്ലാത്തതിലൊരു പ്രശ്നമാണോ എന്ന് ഞാൻ ന്യായമായി സംശയിക്കുന്നുണ്ട്. കാരണം പഴുതടച്ച് രേഖകൾ സഹിതം കൊടുക്കേണ്ട അന്വേഷണ റിപ്പോർട്ടാണ് വിജിലൻസ് ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം കോടതിയിൽ അത് വിമർശിക്കപ്പെടും. പല കേസുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൃത്യമായി എല്ലാം പരിശോധിക്കാതെ ലൂപ്പ് ഹോൾസ് അവശേഷിപ്പിച്ചുകൊണ്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ ചില ലൂപ്പ് ഹോൾസ് അവശേഷിപ്പിച്ചുകൊണ്ട് അതാണ് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടത്. അല്ലാതെ മുഖ്യമന്ത്രി നേരിട്ട് ഇങ്ങനെയൊക്കെ മതി, ഇങ്ങനെ ചെയ്താൽ മതി, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്ന് പറയുമ്പോൾ നിങ്ങളൊക്കെ ഉന്നമിടുന്നത് P ശശി ആയിരിക്കാം. അപ്പോൾ P ശശി എന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി ഇതിൽ നേരിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനും ഞാൻ പറയട്ടെ, ഞാൻ ആരെയും ഉന്നമിടുകയല്ല, ഞാൻ ഫാക്ട്സ് ആണ് പറയുന്നത്. ഓഫീസുമായി മുഖ്യമന്ത്രിക്ക് പങ്കില്ലേ? മുഖ്യമന്ത്രിക്ക് അതിൽ ഉത്തരവാദിത്തമില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി പങ്കുള്ളത് കൊണ്ടാണല്ലോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കറിനെ അടക്കം മാറ്റിയത്. അപ്പോൾ അല്ലാതെ ഓഫീസിലുള്ളവരെല്ലാം സംരക്ഷിച്ച് നിർത്തുന്ന ഒരു സംവിധാനം നമ്മൾ കാണുന്നില്ല എന്നതൊരു വസ്തുതയാണ്. ഞാൻ പറയട്ടെ, ഗതികെട്ടപ്പോഴെന്നല്ല, അന്വേഷണ വിധേയമായ അദ്ദേഹം പ്രതിയാണ് കേട്ടോ. നിങ്ങൾ ആരാ അന്വേഷിക്കുന്നത്? പറയട്ടെ, ഞാനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. ഇതിൽ ഇപ്പോൾ ഞാൻ ഉറ്റുനോക്കുന്നത് ഇപ്പോഴത്തെ വിജിലൻസ് ഡയറക്ടർ യോഗേഷ് ഗുപ്തയല്ല, മനോജ് എബ്രഹാമാണ്. മനോജ് എബ്രഹാമിന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുന്നതും പ്രാഥമിക അന്വേഷണം മുതൽ നടക്കണമെന്നാണ്. ആ കാര്യത്തിൽ ഒരു വ്യക്തത വരുന്ന ഒരു അന്വേഷണം നടക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. മാത്രമല്ല, ഈ കാര്യത്തിൽ ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് കണ്ടെത്തലുകളിൽ വ്യക്തതയില്ലാത്തത് കൊണ്ട് നേരിട്ട് കോടതി അന്വേഷിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പരാതിക്കാരൻ്റെയും, ഇപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട മിസ്സിംഗ് അതാണ്, പരാതിക്കാരൻ്റെയും സാക്ഷികളുടെയും മൊഴി കോടതി നേരിട്ട് സ്വീകരിക്കും. അപ്പോൾ ഈ നാഗരാജൊക്കെ കൃത്യമായ കാര്യങ്ങൾ പറയണം. അഭിഭാഷകനായ നെയ്യാറ്റിൻകര നാഗരാജ് കൃത്യമായ കാര്യം പറയണം. ഇനിയിപ്പോൾ കെ കരുണാകരന്റെ കാര്യമൊക്കെ കോട്ട് ചെയ്തുകൊണ്ട് അതുകൂടി പറഞ്ഞ് ഞാൻ ഒറ്റ മിനിറ്റിൽ അവസാനിപ്പിക്കാം. 1977 രാജൻ കേസിൽ ഹൈക്കോടതിയുടെ പരാമർശം വരുന്നത്. 2015 സീസറുടെ ഭാര്യ സംശയത്തിന് അതീതമായിരിക്കണം എന്നുള്ള പരാമർശത്തിന്റെ പേരിൽ ധനമന്ത്രി കെ മാണി. ഇവിടെ മുഖ്യമന്ത്രി ഈ തലവൻ എന്ന രീതിയിൽ ഇടപെട്ടു. ആ വിഷയം എന്തുകൊണ്ട് അങ്ങനെയാണെങ്കിൽ അന്ന് CPM ഉയർത്തിയതാണ്. CPM ഉയർത്തിയ പ്രധാനപ്പെട്ട ആരോപണമായിരുന്നു. അപ്പോൾ കോടതി പരാമർശങ്ങളുടെ പേരിൽ ധാർമ്മികത ഉയർത്തി ഇവർ രണ്ടുപേരും രാജിവെച്ചിട്ടുണ്ട് എങ്കിൽ അങ്ങനെ ആ രീതിയിൽ എന്തുകൊണ്ട് പ്രതിഷേധം വരുന്നില്ല? എന്റെ ചോദ്യം അവിടെയാണ്, എന്തുകൊണ്ട് പ്രതിഷേധം വരുന്നില്ല? അപ്പോൾ CPIM-ന്റെ രാഷ്ട്രീയ ധാർമ്മികതയെ ചോദ്യം ചെയ്യേണ്ട പ്രതിപക്ഷം ഈ രീതിയിൽ മിണ്ടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ അവർക്കും ഉറപ്പില്ലാത്ത ഒരു കാര്യമായതുകൊണ്ടാണ് പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത്. അല്ല എങ്കിൽ ഇതൊരു ഒത്തുകളിയാണ്. അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ഇവിടെ അല്ല. വാർത്താക്കുറിപ്പും അങ്ങനെയല്ലല്ലോ ഈ ഒരു വിഷയത്തെ നേരിടുന്നത്. നേരത്തെ 48 വർഷം മുൻപാണ് കെ കരുണാകരന്റെ കേസ് വരുന്നത്. അന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ പരാമർശം വരുമ്പോൾ ആ പരാമർശം എന്താണെന്ന് കൂടി ഞാൻ പറയാം. We regret to say that this is not meeting the point raised by the petitioner. For one would like a direct answer, particularly in view of the seriousness of the averments as to whether
whether the petitioner did meet ശ്രീ കെ കരുണാകരൻ on 10th March 1976. അതായത് മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് കൃത്യമായി കോടതിയുടെ പരാമർശം വരുന്നു. ഇവിടെ മുഖ്യമന്ത്രിയുടെ പങ്കിനെ കുറിച്ച് അങ്ങനെ ഒരു പരാമർശം ഈ റിപ്പോർട്ടിൽ ഇല്ല. അല്ലെങ്കിൽ കോടതിയുടെ ഫൈൻഡിങ്ങിൽ ജഡ്ജിയായിട്ടുള്ള എം മനോജ് പറയുന്നില്ല മുഖ്യമന്ത്രി ഇത് ചെയ്തു, മുഖ്യമന്ത്രി സോ ആൻഡ് സോ ചെയ്തു എന്നതിൽ പറയുന്നില്ല. മുഖ്യമന്ത്രി വിജിലൻസിന്റെ തലവനാണെന്നത് ഭരണകാര്യം മാത്രം പാസീവ് റെഫറൻസ് ആണ്, അല്ലാതെ ഡയറക്ട് റെഫറൻസ്. ഈ കെ കരുണാകരന്റെ കാര്യത്തിൽ ടി വി ഇച്ചരവാര്യർ വേഴ്സസ് സെക്രട്ടറി ടു ദ മിനിസ്ട്രി ഓഫ് ഹോം 13 April 1977 ആ ജഡ്ജ്മെന്റിൽ കൃത്യമായി പറയുന്നുണ്ട് കെ കരുണാകരന്റെ പങ്കാളിത്തം എന്താണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് കെ കരുണാകരന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് CPIM ശക്തമായിട്ട് രംഗത്ത് വന്നത്. നേരിട്ട് പങ്കാളിത്തമുണ്ട്, അല്ലെങ്കിൽ പോലീസിന്റെ നീതി നിർവഹണത്തിൽ തെറ്റായ മാർഗത്തിലൂടെ ഇടപെട്ടു, അങ്ങനെയുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ അതിൽ പ്രതിഷേധത്തിലേക്ക് പോയെന്നേ പ്രതിപക്ഷം. ഇവിടെ അത് കാണുന്നില്ല. ഒരു വാർത്താക്കുറിപ്പാണോ അല്ലല്ല, കോടതിയുടെ പരാമർശം പ്രതിപക്ഷം പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ പറയണം. അല്ല BJP ഇന്നലെ അല്ലെ BJPയുടെ പ്രകടനം ഇന്നലെ ഉണ്ടായിരുന്നു. പിന്നെ അപ്പോൾ എന്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലായിരിക്കുന്നത് എം മനോജിന്റെ വിമർശനത്തിന്റെ പേരിലാണ്, അല്ലാതെ പ്രതിപക്ഷത്തിന്റെ ഷോ ഓഫിന്റെ പേരിലല്ല. പ്രതിപക്ഷത്തിന് അങ്ങനെ ഒരു ഷോ ഓഫ് നടത്താനായിട്ട് ധാർമ്മികമായ ഒരു അടിത്തറയുമില്ല. Meet the editors.